കേരളത്തിലെ രാഷ്ട്രീയ ചൂട് കുത്തനെ ഉയരുന്ന സാഹചര്യത്തിലാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പുതിയ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ബിജെപിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഏത് വോട്ടും സ്വീകരിക്കാമെന്ന അദ്ദേഹത്തിന്റെ തുറന്ന നിലപാട് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലെ ഒരു നിർണായക സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബിനോയ് വിശ്വം ഈ നിലപാട് വ്യക്തമാക്കിയത്. ബിജെപിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതിനായി ജനാധിപത്യ മനോഭാവമുള്ള ഏത് വിഭാഗത്തിന്റെയും വോട്ടുകൾ സ്വീകരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതോടെ ഇടതുമുന്നണി തന്റെ പരമ്പരാഗത രാഷ്ട്രീയ രേഖയിൽ നിന്ന് ചില പരിഷ്കാരങ്ങളോടെ മുന്നോട്ടു പോകുന്നുവെന്ന സന്ദേശമാണ് പുറത്തുവന്നിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം സാധാരണയായി എൽഡിഎഫും യുഡിഎഫും തമ്മിലുള്ള മത്സരമായിരുന്നു. എങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എൻഡിഎയും ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ബിജെപി വിരുദ്ധ വോട്ടുകൾ ചിതറാതിരിക്കാൻ ഇടതുമുന്നണി കൂടുതൽ വിപുലമായ സമീപനം സ്വീകരിക്കുകയാണ് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായത്. എസ്ഡിപിഐ പോലുള്ള സംഘടനകളുടെ പിന്തുണ തേടുമോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയും രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യമർഹിക്കുന്നു. നേരിട്ട് സഖ്യബന്ധം സൂചിപ്പിക്കാതെ ബിജെപിക്കെതിരെ നിലകൊള്ളുന്ന ഏത് വിഭാഗത്തിന്റെയും വോട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാട് തന്ത്രപരമായ തുറന്ന സമീപനമാണ്. ഇതിലൂടെ ഇടതുമുന്നണി തന്റെ രാഷ്ട്രീയ പരിധി വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിലയിരുത്താം. ഇത് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണോ, അതോ ബിജെപി വിരുദ്ധ ശക്തികളെ ഏകീകരിക്കാനുള്ള സാരമായ ശ്രമമാണോ എന്ന ചർച്ചയും ശക്തമാണ്. പ്രതിപക്ഷമായ യുഡിഎഫ് ഇതിനോട് ശക്തമായ വിമർശനവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട്. അവരിത് മൂല്യരഹിതമായ രാഷ്ട്രീയ സമീപനമെന്ന് വിശേഷിപ്പിക്കാനിടയുണ്ട്. അതേസമയം ഇടതുമുന്നണി ഇത് ജനാധിപത്യ സംരക്ഷണത്തിനായുള്ള ആവശ്യമായ തന്ത്രമാണ് എന്നാണ് വിശദീകരിക്കുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആന്റി ബിജെപി കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ പുതിയതല്ല. ദേശീയ തലത്തിൽ തന്നെ വിവിധ പാർട്ടികൾ ഈ തന്ത്രം പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് പ്രധാന ചോദ്യമാകുന്നത്. കേരളത്തിലെ വോട്ടർമാർ സാധാരണയായി രാഷ്ട്രീയ ബോധമുള്ളവരാണെന്നും ആശയപരമായ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണെന്നും കരുതപ്പെടുന്നു. അതിനാൽ ഇത്തരം തുറന്ന നിലപാടുകൾ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ശ്രദ്ധേയമാണ്. ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ വ്യക്തമാണ്. ബിജെപി വിരുദ്ധ വോട്ടുകൾ ഒരുമിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാം. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ ചെറിയ വോട്ട് വ്യത്യാസങ്ങൾ പോലും ഫലം നിർണ്ണയിക്കുന്ന സാഹചര്യത്തിൽ ഓരോ വോട്ടിനും വലിയ പ്രാധാന്യമുണ്ട്. അതിനാൽ വോട്ട് വിഭജനം ഒഴിവാക്കുക എന്നത് പ്രധാന ലക്ഷ്യമായി കാണപ്പെടുന്നു. അതേസമയം ഈ നിലപാട് തിരിച്ചടിയാകാനുള്ള സാധ്യതയും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇടതുമുന്നണിയുടെ പരമ്പരാഗത പിന്തുണക്കാർക്കിടയിൽ ആശങ്കകൾ ഉയരാനിടയുണ്ട്. പ്രത്യേകിച്ച് ചില സംഘടനകളുടെ പിന്തുണയെ പരോക്ഷമായി സ്വാഗതം ചെയ്യുന്നത് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങളുമായി പൊരുത്തപ്പെടുമോ എന്ന ചോദ്യവും ഉയരുന്നു. യുഡിഎഫ്, എൻഡിഎ എന്നീ മുന്നണികളുടെ പ്രതികരണം ഈ വിഷയത്തിൽ നിർണായകമാകും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുഡിഎഫ് ഈ വിഷയത്തെ ശക്തമായി പ്രചാരണായുധമാക്കാൻ സാധ്യതയുണ്ട്. ഇടതുമുന്നണി ആരുമായി വേണമെങ്കിലും കൈകോർക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രചാരണം അവർ മുന്നോട്ടുവയ്ക്കാൻ സാധ്യതയുണ്ട്. മറുവശത്ത് എൻഡിഎ ഇത് രാഷ്ട്രീയ അവസരവാദമെന്ന് വിളിച്ച് വിമർശിക്കാനിടയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത് വോട്ടർമാരുടെ മനോഭാവത്തെ സ്വാധീനിക്കുമോ, അല്ലെങ്കിൽ സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം മാറുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. അവസാനം തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെയാണ് ഈ തന്ത്രത്തിന്റെ വിജയവും പരാജയവും നിർണ്ണയിക്കുക. ബിജെപി വിരുദ്ധ വോട്ടുകൾ ഒരുമിപ്പിക്കാനുള്ള ഇടതുമുന്നണിയുടെ ശ്രമം എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ജനവിധിയിലൂടെ മാത്രം വ്യക്തമാകും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം ഇനി കൂടുതൽ കടുപ്പമേറിയതും അനിശ്ചിതത്വം നിറഞ്ഞതുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു.